ജയ് ഹിന്ദ്, വന്ദേ മാതരം. സമാനതകൾ ഇല്ലാതെ ആഗോള നേതൃസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഭാരതം. ഭാരതീയർ എന്ന നിലയിൽ അഭിമാനത്തോടെ ഭാരത് മാതാ കി ജയ് എന്ന് നമ്മൾ അറിയാതെ വിളിച്ചു പോകുന്ന ഒരു സന്ദർഭം. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ലോകത്തിൻ്റെ ശ്രദ്ധ കവർന്നെടുത്തപ്പോൾ ഭാരതം നിശബ്ദമായിട്ട് ചുവടുവെക്കുകയായിരുന്നു. അത് വാർത്താ തലക്കെട്ടുകൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് കപ്പൽ നിറയെ കരുതൽ എത്തിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം എത്തിക്കുകയായിരുന്നു. വരൾച്ചയും പ്രളയവും ഭക്ഷ്യക്ഷാമവും വേട്ടയാടിയ രാജ്യങ്ങളിലേക്ക് ആയിരക്കണക്കിന് ടൺ അരിയാണ് ഭാരതം എത്തിച്ചിരിക്കുന്നത്. മാനുഷിക പരിഗണന മുൻനിർത്തി പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ബർക്കിന ഫാസോയിലേക്ക് ഭാരതം 1000 മെട്രിക് ടൺ അരി കൈമാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിനുള്ള ഭാരതത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി പ്രളയക്കെടുതി അനുഭവിക്കുന്ന മൊസാംബിക്കിലെ ജനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന കപ്പൽ വഴി അടിയന്തര സഹായം എത്തിക്കുകയും ചെയ്തു. 500 മെട്രിക് ടൺ അരിയും 10 മെട്രിക് ടൺ അത്യാവശ്യ ദുരിതാശ്വാസ സാമഗ്രികളുമാണ് ഈ ദൗത്യത്തിലൂടെ ഭാരതം മൊസാംബിക്കിന് നൽകിയിരിക്കുന്നത്. മലാവി, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നമ്മൾ സഹായം എത്തിക്കുകയുണ്ടായി. ഇത് കേവലം സഹായമല്ല, ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ നിശബ്ദ നയതന്ത്രത്തിലൂടെ ആഴത്തിലുള്ള സ്വാധീനം ലോകരാജ്യങ്ങളുടെ ഇടയിൽ അദൃശ്യമായിട്ട് വളരുകയാണ്. ലോകമിന്ന് ഭാരതത്തിലേക്ക് ചായുകയാണ്, വളരെ സ്വാഭാവികമായി, ഹൃദയങ്ങൾ കൊണ്ട്. ഇവിടെ നിബന്ധനകളില്ല, സമ്മർദ്ദങ്ങളുമില്ല, പ്രതിസന്ധികൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച കരാറുകളുമില്ല, കൃത്യസമയത്തുള്ള സഹായം മാത്രം. ഇതൊരിക്കലും പക്ഷപാതപരമായിട്ടുള്ളൊരു നീക്കമല്ല. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഭാരതം അവിടെ ഓടിയെത്തിയിരുന്നു. പാകിസ്ഥാനിൽ പ്രളയമുണ്ടായപ്പോഴും ഭാരതം സഹായഹസ്തങ്ങളുമായിട്ട് എത്തുകയുണ്ടായി. ബന്ധങ്ങൾ വഷളായിരിക്കുമ്പോഴും മാനവികതയ്ക്ക് ഭാരതം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഭാരതം സഹായം നൽകുന്നത് സ്വാർത്ഥതക്കായല്ല, മറിച്ച് തത്വങ്ങൾ നോക്കിയാണ്. ഇവിടെയാണ് നമ്മുടെ ഭാരതം വേറിട്ടു നിൽക്കുന്നത്. നമ്മുടെ ലോകവീക്ഷണം കേവലം തന്ത്രങ്ങളിൽ കെട്ടിപ്പടുത്തതല്ല, അതിന് ആഴമേറിയ ഒരു വേരുണ്ട്, ധാർമ്മികമായ വേര്. പ്രതിഫലം ഇച്ഛിക്കാതെ ശരി ചെയ്യുക, സഹായത്തെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് മാറ്റാതിരിക്കുക, ആരുടെയും ബലഹീനത മുതലെടുക്കുന്നുമില്ല. നമുക്കൊരു പാതയേ ഉള്ളൂ, പരസ്പര നേട്ടം, പരസ്പര ബഹുമാനം. ഇനി നമുക്ക് ആഫ്രിക്കയിലേക്കൊന്ന് നോക്കാം. ലോകം ഉറ്റുനോക്കുന്ന അമൂല്യ സമ്പത്തുകളുടെ ഒരു കലവറയാണ് അത്. ലിഥിയം, കൊബോൾട്ട്, അപൂർവ ധാതുക്കൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെയും അത്യാധുനിക ആയുധങ്ങളുടെയും ഭാവി സാങ്കേതിക വിദ്യയുടെയും ജീവനാഡി. അതുകൊണ്ട് തന്നെ ഇന്ന് ആഫ്രിക്ക ലോകശക്തികളുടെ ഒരു പരീക്ഷണശാലയാണ്, അല്ലെങ്കിൽ അവർ നോട്ടമിടുന്ന ഒരു മേഖലയാണ്. ഭൗമരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കളിക്കാരെല്ലാം തന്നെ അവിടെയുണ്ട്. ചൈന ആഫ്രിക്കയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. റോഡുകൾ, തുറമുഖങ്ങൾ, റെയിൽവേ, അങ്ങനെ പലതും. പക്ഷേ ഈ പദ്ധതികളെല്ലാം തന്നെ കടുത്ത കടക്കെണികളിലും നിബന്ധനകളിലുമാണ് ചൈന നൽകിയിരിക്കുന്നത്. ഇങ്ങനെ കടം മേടിച്ച പല രാജ്യങ്ങളും ഇന്ന് ആ കടം തിരിച്ചടക്കാനാവാതെ ചൈനയുടെ വരുതിയിലായി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയാകട്ടെ രാഷ്ട്രീയ സ്വാധീനത്തിലൂടെയും സുരക്ഷാ പങ്കാളിത്തത്തിലൂടെയുമാണ് ആഫ്രിക്കയെ സമീപിക്കുന്നത്. പക്ഷേ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്, ആഫ്രിക്കയിലെ വിഭവങ്ങൾ. കാരണം വിഭവങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണോ അവരായിരിക്കും ഭാവിയെ നിയന്ത്രിക്കുന്നത്. ഇനി ഭാരതത്തെ നോക്കൂ, നമ്മളും ആഫ്രിക്കയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ വിഭവങ്ങളുടെ പ്രാധാന്യവും നമുക്കറിയാം. പക്ഷേ ഭാരതത്തിൻ്റെ രീതി തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ആരെയും സമ്മർദ്ദത്തിലാക്കുന്നില്ല, കടക്കണിയിൽ തളച്ചിടുന്നുമില്ല. പകരം നമ്മൾ ആദ്യം പടുത്തുയർത്തുന്നത് വിശ്വാസമാണ്. നിയന്ത്രണങ്ങളെക്കുറിച്ചല്ല, പങ്കാളിത്തത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചെറിയ രാജ്യങ്ങളെ പോലും തുല്യ അന്തസ്സോടെയാണ് ഭാരതം കാണുന്നത്. അധികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല, സ്വതന്ത്ര പങ്കാളികളായിട്ടാണ് അവരെ നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ഭാരതം അരി ഉൾപ്പെടെയുള്ളവ അയക്കുമ്പോൾ അതൊരു തന്ത്രമല്ല, അതൊരു രഹസ്യ കരാറുമല്ല, അതൊരു സന്ദേശമാണ്. നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഉറപ്പ്. കാലക്രമേണ ഈ പ്രവർത്തികൾ ലോകത്ത് ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതാണ് വിശ്വാസം. ഭൗമരാഷ്ട്രീയത്തിൽ വിശ്വാസത്തിന് ഏതൊരു കരാറിനേക്കാളും വിലയുണ്ട്. പല ആഗോള മാതൃകകളും പടുത്തുയർത്തിയിരിക്കുന്നത് സ്വാധീന ശക്തി ഉപയോഗിച്ചാണ്. കടക്കണിയിലാക്കുന്ന വികസനങ്ങളും പിടിമുറുക്കുന്ന കരാറുകളും സമ്മർദ്ദതന്ത്രങ്ങളും. പലപ്പോഴും ചെറുരാജ്യങ്ങളെ കേവലം തങ്ങളുടെ അധികാരത്തിൻ്റെ വിപുലീകരണത്തിനായിട്ടാണ് അവർ കാണുന്നത്. മറ്റു ചിലപ്പോൾ വെറും ഉപകരണങ്ങളായിട്ട്, അല്ലെങ്കിൽ സേവകരായിട്ട് മാത്രം. എന്നാൽ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. ഏറ്റവും ചെറിയ രാജ്യങ്ങളെപ്പോലും നമ്മൾ വിളിക്കുന്നത് പാദസേവകർ എന്നല്ല, പങ്കാളികൾ എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇടയ്ക്കിടെ ആവർത്തിച്ചുറപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങൾക്കും നമ്മൾ നൽകുന്നത് ലോകശക്തികൾക്ക് നൽകുന്ന അതേ നയതന്ത്ര ബഹുമാനമാണ്.
ഇതൊരു തന്ത്രമല്ല, ഇതൊരു മനോഭാവമാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമാണ്. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ഭാരതത്തിൻ്റെ ബന്ധം ഇപ്പോഴാരംഭിച്ചതാണോ? ഒരിക്കലുമല്ല. ശ്രീ ജവഹർലാൽ നെഹ്റു, ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീ അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങി പല പ്രധാനമന്ത്രിമാരും ആഫ്രിക്കൻ രാജ്യങ്ങൾ മുൻപ് സന്ദർശിച്ചിരുന്നു. സന്ദർശനങ്ങളും ചർച്ചകളും അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധങ്ങൾക്ക് ഒരു തുടർച്ച എന്ന് പറയാവുന്നത് വളരെ പരിമിതമായിട്ടുള്ള തലത്തിൽ മാത്രമായിരുന്നു. ശ്രീ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ആഫ്രിക്കൻ നയങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ പിന്നീട് ചില ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. വഴിമാറി സഞ്ചരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്, ഭാരതവുമായുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ആഴമുണ്ടാവുകയായിരുന്നു. ശ്രീ നരേന്ദ്രമോദിയുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനം കേവലം 1-2 തലസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. 10-ലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ആ ബന്ധം ആഴ്ന്നിറങ്ങുകയാണ് ഉണ്ടായത്. അത് വല്ലപ്പോഴുമുള്ള സന്ദർശനമായിരുന്നില്ല, മറിച്ച് എന്നും കൂടെയുണ്ടാകുമെന്ന ഒരു ഉറപ്പായിരുന്നു. ഇവിടെയാണ് ഭാരതം മറ്റുള്ളവരിൽ നിന്നും വീണ്ടും വേറിട്ട് നിൽക്കുന്നത്. ആ സന്ദർശനങ്ങൾ കേവലം ഔദ്യോഗിക ചടങ്ങുകൾ മാത്രമായിരുന്നില്ല. വിമാനം തിരികെ പറന്നപ്പോൾ അവരുമായുള്ള ആ ബന്ധം അവിടെ അവസാനിച്ചതുമില്ല, അതൊരു തുടർച്ചയായിരുന്നു. കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചപ്പോൾ ആ ബന്ധത്തിന് കൂടുതൽ കരുത്തു വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ലോകത്താകമാനം വിതരണ ശൃംഖലകൾ തകർന്നു. മറ്റു രാജ്യങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി വാതിലുകൾ അടച്ചു. പക്ഷേ ഭാരതം പിന്മാറിയില്ല. വാക്സിൻ മൈത്രിയിലൂടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ സഹായം അന്ന് പറന്നെത്തുകയാണ് ഉണ്ടായത്. എല്ലാം ശാന്തമായ ശേഷമല്ല, ആശങ്കകൾ നിറഞ്ഞ ആ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് അത്തരം സഹായങ്ങൾ എത്തിച്ചേർന്നത്. സന്ദർശനങ്ങളിലോ പ്രതിസന്ധികളിലെ സഹായങ്ങളിലോ മാത്രം ഇത് അവസാനിച്ചില്ല, അതൊരു വലിയ ലക്ഷ്യത്തിലേക്ക് വളരുകയാണ് ഉണ്ടായത്. ആഗോളതലത്തിൽ ലോകത്തെ വൻ ശക്തികൾ തീരുമാനമെടുക്കുന്ന വേദികളിൽ ആഫ്രിക്കയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഒരു ഐക്യശക്തിയായിട്ട് സംസാരിക്കാൻ അവർക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തിയത്. ഭാരതത്തിൻ്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ വെച്ച് G20 ഉച്ചകോടി നടന്നപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ G20യിലെ സ്ഥിരാംഗമാക്കാൻ ഭാരതം ശക്തമായിട്ട് നിലകൊണ്ടു. അതൊരു പ്രതീകാത്മകമായ നടപടി മാത്രമായിരുന്നില്ല, ആഗോള ഘടനയിൽ തന്നെ ഉണ്ടായ വലിയൊരു മാറ്റമായിരുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ സമ്മർദ്ദത്താൽ ആഫ്രിക്കയ്ക്ക് ആ വലിയ വേദിയിൽ ഇരിപ്പിടം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് ഭാരതത്തിൻ്റെ നയം കൂടുതൽ വ്യക്തമാകുന്നത്. നമ്മുടെ ബന്ധം കേവലം ചില രാജ്യങ്ങൾ സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് സഹായങ്ങൾ നൽകുന്നതോ മാത്രമല്ല, ആഗോള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ശബ്ദവും ലോകം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഭാരതം ചെയ്തത്. അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഭാരതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറ്റുകയുണ്ടായി. കാരണം ഇപ്പോൾ ഭാരതം ആഫ്രിക്കയുമായി സൗഹൃദം സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത്, ലോകവേദികളിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുക കൂടിയാണ്. അങ്ങനെ ബന്ധങ്ങൾ കേവലം നയതന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല, അതൊരു വലിയ ആത്മബന്ധമായിട്ട് മാറുകയാണ് ഉണ്ടായത്. നാളെ ആഫ്രിക്ക അതിൻ്റെ ഖനന മേഖലകൾ വികസിപ്പിക്കുമ്പോൾ, പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ, വിഭവങ്ങൾ ആർക്ക് നൽകണമെന്ന് അവർ തീരുമാനമെടുക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർക്കും. ആരാണ് നിബന്ധനകൾ ഇല്ലാതെ തങ്ങളുടെ കൂടെ നിന്നത്? ആരാണ് തങ്ങളെ തുല്യരായിട്ട് കണ്ടത്? ആരാണ് തങ്ങളെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നത്? അവിടെ ഭാരതം സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെടും. വാതിൽ ചവിട്ടിത്തുറന്നല്ല, മറിച്ച് സ്നേഹത്തോടെ ക്ഷണിക്കപ്പെട്ടുകൊണ്ട്. ഇതാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ കരുത്ത്. നമുക്ക് വിഭവങ്ങൾ വേണം, സംശയമില്ല. പക്ഷേ അത് പരസ്പര നേട്ടത്തിലൂടെയായിരിക്കണം. വളർച്ചയുണ്ടാകണം, പക്ഷേ അത് രണ്ടു കൂട്ടർക്കും തുല്യമായിട്ടായിരിക്കണം. ബഹുമാനമില്ലാതെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന രീതി ഭാരതത്തിനില്ല. കാരണം ഭാരതത്തിൻ്റെ വളർച്ച മറ്റുള്ളവരെ തളർത്തിക്കൊണ്ടല്ല, മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടാണ്. അധികാരം പിടിച്ചെടുക്കുന്ന ഒരു ലോകത്ത് ആദരവ് എങ്ങനെ അർഹതയോടെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നു എന്ന് ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. സമ്മർദ്ദങ്ങളിലൂടെയല്ല, നിയന്ത്രണങ്ങളിലൂടെയുമല്ല, മറിച്ച് തത്വങ്ങളിലൂടെ, ധാർമ്മികമായ മൂല്യങ്ങളിലൂടെ. അതുകൊണ്ട് ഇന്ന് ആഫ്രിക്കയിൽ സംഭവിക്കുന്നത് വെറുമൊരു നയതന്ത്രം മാത്രമല്ല, അതിനേക്കാൾ വളരെ ആഴമേറിയ ഒന്നാണ്. ഒരു നിശബ്ദമായ ഹൃദയബന്ധം. രാജ്യങ്ങൾ വലിച്ചടുപ്പിക്കപ്പെടുകയല്ല, അവർ ഭാരതത്തിലേക്ക് സ്വയം അടുത്തു വരികയാണ്. ഈ വീഡിയോയെക്കുറിച്ച് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ന്യൂ വീഡിയോസ്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.